അപ്പോൾ ചങ്ങായിമാർ നോക്കിക്കോട്ടോ, കത്തി ജ്വലിക്കുന്ന സൂര്യനാട്ടോ. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ചെക്കിങ് നടത്താൻ പോകണം കേട്ടോ ചൂടിൻ്റെ. ഇപ്പോൾ ഞാനിത് ഏകദേശം സമയം 2 മണിയായി. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം ഞാനിവിടെ ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വെയിൽ കൊണ്ടിട്ടേ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വല്ല പപ്പടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. വെയിലിൻ്റെ ചൂടിൽ കേട്ടോ, അടുപ്പിലല്ല, വെയിലിൻ്റെ ചൂടിൽ കുറച്ച് നേരം ഒന്ന് ഇതിനെ ചൂടാക്കാൻ വെക്കുക. എത്രത്തോളം ചൂടിന് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളതെന്ന് നോക്കി നമുക്ക് ചെറിയൊരു പപ്പടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടി നോക്കട്ടെ കേട്ടേ. അപ്പോൾ നോക്കി പാത്രം ഇങ്ങനെ പതച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൊടുക്കടയിൽ. ഇതൊരു പുതിയ തരം പരീക്ഷണമാണ്. കുറച്ച് ഒരു ചെറിയ കഷ്ണം പപ്പടം മുങ്ങാൻ പറ്റുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, അറിയണമല്ലോ നമ്മൾ കൊള്ളുന്ന ചൂടിൻ്റെ പവർ എത്ര ഉണ്ടെന്നുള്ളത്. ഈ 40 ഡിഗ്രി 38 ഡിഗ്രി 45 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൽ വല്ലതും വെച്ചുണ്ടാക്കാൻ പറ്റുമോയെന്ന് കൂടി നോക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു പരീക്ഷണത്തിലാണ്. നോക്കി എണ്ണ അങ്ങനെ മറ്റേ കല്ലുമ്പ് വെച്ച പോലെ, പൊറോട്ട കല്ലുമ്പ് വെച്ച പോലെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നോക്കട്ടെ. അതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു പപ്പടത്തിൻ്റെ കഷ്ണം ഇവിടെ വെച്ച് കൊടുക്കണ്ടേ. ചെറിയൊരു പപ്പടത്തിൻ്റെ കഷ്ണം വെറുതെ വെയിലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചിലപ്പോൾ പഴയ കാലത്ത് പപ്പടം ചുടുന്ന പരിപാടി ഉണ്ടെന്നില്ലേ, അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ നോക്കാട്ടോ. ഓക്കെ, എണ്ണപ്പം ഇങ്ങനെ നല്ല ഇത് തൊടാൻ പേടിയാണ്, നല്ല ചൂടുണ്ട് കൊണ്ടുണ്ട്. എണ്ണ ഇങ്ങനെ ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, അതെന്തായാലും ചെറിയൊരു പീസ് ഇട്ട് നോക്കാം നമുക്ക് കേട്ടോ. ചെറിയൊരു പീസ് ഇട്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് നോക്കി നോക്കാം. സാധാരണ ഇതിൽ കോഴിമുട്ട റോട്ടിൽ വയ്ക്കലാണ് പതിവ്. പക്ഷെ നമുക്ക് അതിനേക്കാൾ സെറ്റപ്പിൽ നോക്കി നോക്കാം. റോഡ് എന്തായാലും നല്ല പതിച്ചിട്ടുണ്ടാകും. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ സത്യം ഉണ്ട്, ഇതിന് ഞങ്ങൾ വെച്ചേക്കല്ലത്. കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, വെയിലത്ത് തന്നെ വെച്ചിട്ട് ചോറ് ചൂടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഒരു മനുഷ്യൻ കണ്ടിന്യൂസ് വെയിൽ കൊള്ളുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ആ വെയിലിൻ്റെ പവർ എത്രത്തോളം എന്നുള്ളത്. ഇത് ചൂടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ട് വെയിലത്ത്, അതിൽ യാതൊരു സംശയമില്ല. അതിൽ ഊടായ്പൊന്നുമില്ല, നോണെന്ന് നമ്മൾ പറയില്ല. അപ്പോൾ കുറച്ച് വെയിൽ വെച്ചിട്ടുണ്ട്. നോക്കി ചെറിയൊരു ബോൾസ് കാണുന്നുണ്ട്, ഒരു ബബിൾസ്. എന്തായാലും നമുക്ക് ചെറിയൊരു പീസ് ഇട്ട് നോക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇട്ട് നോക്കട്ടെ. ചെറിയൊരു കുഞ്ഞ് പീസ് ഇട്ടുള്ളൂ ആദ്യം. ഓക്കെ, എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കാം. നോക്ക് പതച്ച് വരുന്ന നോക്ക്. യാ മോനെ, ആ എണ്ണയുടെ ശക്തി നോക്കാം, ചൂടിൻ്റെ ശക്തി നോക്കണം കേട്ടോ. ഉണ്ടോ, പതച്ച് വരുന്നുണ്ടോ. പക്ഷേ സാധാ നമ്മൾ അടുപ്പിൽ പപ്പടം കാച്ചണ പോലെ ഒന്നും ഇല്ലെങ്കിൽ കൂടി ആ സാധനം എന്താ നോക്കിയേ, പത വന്നു കണ്ടോ. അപ്പോൾ അത്രയും ചൂടാട്ടോ നമ്മുടെ നാട്ടിൽ. ഇത് പാലക്കാടാണ്. ഈ പുറത്ത് നമ്മുടെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും കാണുകയാണെങ്കിലേ, ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. പക്ഷേ ഏത് ജില്ലയാണെങ്കിലും പൊന്നാര മക്കൾ, ഇത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ, പാവപ്പെട്ട കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ നോക്കി ആലോചിച്ച് നോക്ക്. പതച്ച് പൊങ്ങിയ സാധനം. ഊഫ്, ഉണ്ടോ നോക്കട്ടെ എൻ്റെ അവസ്ഥ എന്താണെന്നല്ലേ. ഇതൊരു വലുതെന്നിട്ടോട്ടെ. കണ്ട പൊന്നാര ചങ്ങായിമാരെ, ചൂടിൻ്റെ ഒരു ശക്തി ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്താല്ലേ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ട സാധനം ഇതാണേ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോരിയെടുക്കും. അപ്പോൾ നല്ല ചൂട്, കൈ കൊണ്ട് തൊടാൻ ചെറിയൊരു പേടിയാണ് എനിക്ക്. ചെറിയൊരു ചൂടുണ്ടെങ്കിലോ ഉണ്ടേ, അത്യാവശ്യം ചൂടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടത് സാധനം. ഉണ്ടോ, ഇത് ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ എണ്ണ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. കിഡിങ് എന്ന് പറഞ്ഞ പൊട്ടനാണ്, അതുകൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പവർ അറിയും. അപ്പോൾ ഫൈനലായിട്ട് നോക്കിയതാണ്ടോ, ഇതിൻ്റെ പൊട്ടലിൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സൗണ്ട് കേൾക്കും അറിയില്ല. ആ പഴയ ആ ഒരു എന്താ പറയുക, സാധാ പപ്പടം പൊട്ടുന്ന പോലെയല്ല ഇത് പൊട്ടുന്നത്. ചെറിയൊരു ബലം വെച്ചിട്ടുണ്ട് കേട്ടോ, പൊടിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഇടയിൽ വേറെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സാധനം ഉണ്ടല്ലോ, വെയിലത്ത് ഉണക്കാൻ വെച്ചത്, ചൂടാൻ വെച്ചത്, അതിൻ്റെ അവസ്ഥ ഉണ്ട് കേട്ടോ. ഓക്കെ, പപ്പടം ഇങ്ങനെ പൊട്ടൂലായിരിക്കുമല്ലോ ബലം വെക്കാതെ. അതാണ് വെയിൽ തൊട്ട് ബലം വെച്ച് ആകെ പീസാകാൻ തുടങ്ങി. അപ്പോൾ ഇത്രയാണ് നമ്മളെ ചൂടിൻ്റെ ശക്തി. അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തതല്ല, നമ്മൾ കൊള്ളുന്ന വെയിലിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെയ്തു മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.